വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആരോപണവുമായി മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയത്. ഞെട്ടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞത് മാത്യു കുഴൽനാടനാണ്, കേരളത്തിലെ ചില മാധ്യമങ്ങളാണ്. പക്ഷേ അരമണിക്കൂർ പോലും ആയുസ്സുണ്ടായില്ല ആരോപണത്തിന്. എന്താണ് ആരോപണം? 2018 മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണ്. ഡാമുകൾ തുറന്നു വിട്ടതിനെ തുടർന്നാണ് പ്രളയമുണ്ടായത്. പ്രളയം തടയാൻ കഴിയുമായിരുന്നു. തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നു കൊടുത്തിരുന്നുവെങ്കിൽ. തുറന്നു കൊടുത്തില്ല. എന്തിന്? കരാറുകാരനെ സഹായിക്കുന്നതിന് വേണ്ടി തോട്ടപ്പള്ളി സ്പിൽവേ അടച്ചിട്ടു. അതിനെ തുടർന്നാണ് ഈ മഹാപ്രളയമുണ്ടായത്. ഇതാണ് മാത്യു കുഴൽനാടൻ്റെ ആരോപണം. ആദ്യത്തെ ആരോപണം എന്താണ്? തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നില്ല, തുറന്നിരുന്നുവെങ്കിൽ പ്രളയമുണ്ടാകില്ല എന്ന്. ഇതാണ് മാത്യു കുഴൽനാടൻ്റെ ആരോപണം. എന്നാൽ 2018 നവംബർ 30 നിയമസഭയിൽ, കേരള നിയമസഭയിൽ നൽകിയ മറുപടിയുണ്ട്. ചോദ്യം ചോദിച്ചത് ഹൈബി ഈഡനാണ്. മറുപടി പറഞ്ഞത് കെ കൃഷ്ണൻകുട്ടിയാണ്, ജലവിഭവ വകുപ്പ് മന്ത്രി. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തോട് ഹൈബി ഈഡൻ, അന്നത്തെ MLA, ചോദിക്കുന്ന ചോദ്യമാണ്: തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഷട്ടറുകൾ 2018 ഓഗസ്റ്റിലുണ്ടായ പ്രളയത്തെ തുടർന്ന് എന്നാണ് ഉയർത്തിയതെന്ന് അറിയിക്കാമോ എന്നാണ്. എന്നാണ് തോട്ടപ്പള്ളി സ്പിൽവേ ഉയർത്തിയത്? പ്രളയ സാഹചര്യത്തിൽ എന്നാണ് ഉയർത്തിയത് എന്നാണ് ഹൈബി ഈഡന്റെ ചോദ്യം. മറുപടി: തോട്ടപ്പള്ളി സ്പിൽവേയിലെ 40 ഷട്ടറുകളും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, എന്ന് വെച്ചാൽ 16/7/2018 പരമാവധി ഉയർത്തിയിട്ടുള്ളതാണ്. ഇതിൽ ഒരു ഷട്ടറിൻ്റെ ഡി ഷാക്കിൾ ചെയിനിൻ്റെ ഹൂക്ക് ഒടിഞ്ഞു പോയത് കാരണം ഷട്ടർ താഴുകയും 15/8/2018 യന്ത്രസഹായത്താൽ പ്രസ്തുത ഷട്ടർ പരമാവധി ഉയർത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിലും ഷട്ടറുകളുടെ നിരപ്പിന് മുകളിലെ ജലം ഉയർന്നിട്ടില്ല. ഇതാണ് മറുപടി. എപ്പോൾ കൊടുത്ത മറുപടിയാണ്? 2018 നവംബർ 30 കൊടുത്ത മറുപടി. എന്ന് വെച്ചാൽ പ്രളയമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ, മഹാപ്രളയമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ, മഹാപ്രളയമുണ്ടാകാൻ സാധ്യതയുണ്ട്, കനത്ത മഴയാണ് വരാൻ പോകുന്നത്, ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശത്തെ തുടർന്ന് പ്രളയം തടയുന്നതിനു വേണ്ടി തോട്ടപ്പള്ളി സ്പിൽവേ നേരത്തെ തുറന്നിരുന്നു എന്ന രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടുകൂടി ഒന്നാമത്തെ ആരോപണം തകർന്ന് തരിപ്പണമായി. രണ്ടാമത്തെ ആരോപണം എന്താണ്? മേരി മാത എന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി, കരാർ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് സ്പിൽവേ തുറക്കാതിരുന്നത്. മേരി മാത കമ്പനിയാണ് അവിടുത്തെ മണൽ വാരുന്നതിനു വേണ്ടി, കരിമണൽ വാരുന്നതിനു വേണ്ടി ടെൻഡർ കരാർ എടുത്തിരിക്കുന്നത്. സ്പിൽവേ തുറന്നാൽ മണൽ വാരാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആ മണൽ മുഴുവൻ കടലിലേക്ക് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കുന്ന മേരി മാത കമ്പനിക്ക് വേണ്ടിയിട്ടാണ് സ്പിൽവേ തുറക്കാതിരുന്നത് എന്ന്. ഈ ആരോപണം വാർത്താ സമ്മേളനത്തിൽ കെ കൃഷ്ണൻകുട്ടി ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അദ്ദേഹത്തോടും മാധ്യമപ്രവർത്തകർ ചോദിച്ചു. വാർത്താ സമ്മേളനത്തിന് ഇടെ മേരി മാത കമ്പനിയുടെ ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ മന്ത്രിയെ നേരിട്ട് വിളിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ഇതുകൂടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭാഷണം അദ്ദേഹം ലൗഡ് സ്പീക്കറിലിട്ട് മാധ്യമപ്രവർത്തകരെ കേൾപ്പിക്കുകയും ചെയ്യുന്നു. കേൾക്കാം എന്താണ് പറഞ്ഞത് എന്ന്. സാറിന്റെ ഒരു ഇതെന്നുള്ള വ്യാജേന ഒരു സാധനം ഇറങ്ങുന്നുണ്ട്. ഒരു ദിവസം രീതിയിൽ വന്നായിട്ട് കണ്ടു. ഞങ്ങൾ ആകെ ഷോക്കറായിട്ടിരിക്കുകയാണ്, ഞങ്ങളാകെ ഞെട്ടിത്തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അതിൽ ഒറ്റ വാക്കേ പറയാനുള്ളൂ, ഞങ്ങൾ അങ്ങനത്തെ ഒരു വർക്ക് തോട്ടപ്പള്ളി സ്പിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് മണൽഖനനമായിട്ട് അങ്ങനെ വർക്കേ ചെയ്തിട്ടില്ല. മേരിമാത തോട്ടപ്പള്ളി സ്പിൽവേ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ മണൽഖനനവും നടത്തി ഞങ്ങൾ അതിനൊരു പ്രസ് റിലീസ് ആയിട്ട് ഞങ്ങൾ സാധനം ഉണ്ടാക്കിയിട്ട് ഞാൻ സാറിന് അയച്ചു തരുകയും ചെയ്യാം. ഞങ്ങൾ എല്ലാവരുടെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും സാറിന് പറയാനുണ്ടെങ്കിൽ സാറ് പറഞ്ഞോളെ. ആയിക്കോട്ടെ. നിങ്ങളൊന്ന് വാർത്തക്കാരെ ഒന്ന് കണ്ടു പറയും കേട്ടോ. ശരി. മേരി മാത എന്ന കമ്പനിയുടെ ഉത്തരവാദിത്വപ്പെട്ടവർ മന്ത്രിയെ വിളിച്ച് പറയുകയാണ്, ഞങ്ങൾ ഒരിക്കലും കമ്പനിയുടെ ചരിത്രത്തിൽ ഇതുവരെ കരാർ എടുത്തിരുന്നില്ല തോട്ടപ്പള്ളിയിലെ കരിമണൽ വാരുന്നതിന് വേണ്ടി. പിന്നെ എന്തിനാണ് ഞങ്ങളോട്, അല്ലെങ്കിൽ ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്, ഈ ആരോപണത്തിലേക്ക് വലിച്ചിഴക്കുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് മേരി മാത കരാർ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ മുന്നിലാണ്. അപ്പോൾ എന്തായി? ആ ആരോപണവും തകർന്ന് തരിപ്പണമായി.
മാത്യു കൊഴുന്താടൻ ഇതിനു മുമ്പും ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. അതേ അനുഭവം തന്നെ ഇവിടെയും ഉണ്ടായി. വലിയ വക്കീലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തോടൊപ്പമുള്ള KM ഷാജി പറഞ്ഞത് വെറുതെ കളിക്കേണ്ട മാത്യു കൊഴുന്താടനോട്, മാത്യു കൊഴുന്താടന് സ്വന്തമായി വക്കീൽ ഓഫീസുണ്ട് എന്നൊരു പറഞ്ഞ് മാത്യു കൊഴുന്താടനെ ആകാശത്തേക്ക് കയറ്റി ഇരുത്തിയവരാണ്. അങ്ങനെയുള്ള മാത്യു കൊഴുന്താടനാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിൽ ഉന്നയിച്ച ഈ മഹാ ആരോപണം തകർന്ന് തരിപ്പണമായി പോയത് എന്നോർക്കണം. ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് ഇതോടുകൂടി ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ആരോപണവുമായി രംഗത്ത് വന്നത്. ഞെട്ടിപ്പിക്കുന്ന ആരോപണം എന്നൊക്കെ പറഞ്ഞ് വന്ന് സംസ്ഥാന സർക്കാരിനെ LDFനെ പ്രതിക്കൂട്ടിൽ നിർത്താം. പ്രളയത്തിന് ഉത്തരവാദി, 10,000-കണക്കിന് ആളുകളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട LDF സർക്കാർ, പിണറായി സർക്കാർ വീണ്ടും ജനവിധി തേടുകയാണ്. അങ്ങനെയുള്ള സർക്കാരിനെ, അങ്ങനെയുള്ള മുന്നണിയെ ഇനി അധികാരത്തിൽ കയറ്റാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത്. പക്ഷെ തിരിച്ചടി നേരിട്ടു UDF, മാത്യു കൊഴുന്താടൻ, കോൺഗ്രസ് നേതാക്കളുടെ അനുമതിയില്ലാതെ മാത്യു കൊഴുന്താടൻ ഈ വാർത്താ സമ്മേളനം വിളിക്കില്ല. യാതൊരു സംശയവും വേണ്ട. പ്രതിപക്ഷ നേതാവിനോട്, KPCC പ്രസിഡന്റിനോട്, മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് എല്ലാവരോടും ആലോചിച്ച ശേഷമായിരിക്കും ഈ വാർത്താ സമ്മേളനം വിളിച്ചത്. എന്നാൽ ഇപ്പോഴിതാ അത് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് കോൺഗ്രസിന്, UDFന്. എന്ന് മാത്രമല്ല, ഈ ആരോപണം നേരത്തെ ഉയർന്നു വന്നതാണ്. അപ്പോൾ കേന്ദ്ര വാട്ടർ കമ്മീഷനും ചെന്നൈ IITയും ഇത് സംബന്ധിച്ച് വിശദമായി പഠിക്കുകയും ആ റിപ്പോർട്ട് കേരളത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ്. 2018 മഹാപ്രളയം കനത്ത മഴയെ തുടർന്നാണ്. അതിൽ മനുഷ്യനിർമ്മിതമായി ഒന്നുമില്ല എന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയതാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിദഗ്ധ സമിതി, ചെന്നൈ IITയിലെ വിദഗ്ധർ, ഇവരെല്ലാവരും റിപ്പോർട്ട് നൽകിയതാണ്. അതെല്ലാം മറച്ചു പിടിച്ച് ഒരു ശബ്ദരേഖയും എടുത്ത് ഇതാ സർക്കാരിനെതിരെ ആരോപണം എന്ന രൂപത്തിലാണ് മാത്യു കൊഴുന്താടൻ വന്നത്. പക്ഷേ മാത്യു കൊഴുന്താടൻ്റെ ആ നീക്കവും പൊളിഞ്ഞു പോയിരിക്കുന്നു, തകർന്നു പോയിരിക്കുന്നു. അരമണിക്കൂർ പോലും ആയുസ്സുണ്ടായില്ല. കഴിഞ്ഞ ദിവസം വയനാട് ദുരന്തത്തിന് വേണ്ടി പണം പിരിച്ചപ്പോൾ ആ പണം എവിടെ എന്ന് ചോദിച്ച് രംഗത്ത് വന്ന കോൺഗ്രസിൻ്റെ വക്താവുണ്ട്, കോൺഗ്രസ് നേതാവുണ്ട്. അത് അരമണിക്കൂർ പോലും ആയുസ്സുണ്ടായിരുന്നില്ല ആരോപണത്തിന്. അതേപോലെ മാത്യു കൊഴുന്താടൻ്റെ ഈ ആരോപണത്തിനും അരമണിക്കൂർ പോലും ആയുസ്സുണ്ടായില്ല. ഗതികേടെ നിങ്ങളുടെ പേരോ UDF, കോൺഗ്രസ് എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്.